പോരാട്ടം കനക്കുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പോരാട്ടം കനക്കുമെന്നതിന്റെ സൂചനയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. അതിൽ തീവാറി ക്യാമ്പയിൻ തന്നെയാണ് ഇതിന്റെ ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ്, ഇതുവരെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ചതിന്റെ പേരിൽ 1000 കേസുകളാണ് ദില്ലിയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 3 പാർട്ടികളുടെയും പരാതി അവിടെ നിൽക്കുന്നു. യമുന പോയ്സണിംഗ് തുടങ്ങി ക്ലൈമറ്റ് ചേഞ്ച് അടക്കം, അവിടുത്തെ എയർ പൊല്യൂഷൻ അടക്കം, ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനമില്ലായ്മയടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡൽഹി തിരഞ്ഞെടുപ്പാണ് നമ്മൾ കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പിനെ ഞാൻ ഒട്ടേറെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയം ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര കാലം നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ചോദ്യമാണ്. കാരണം ഇന്ന് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ ഫ്രീബി പൊളിറ്റിക്സ്, നേരത്തെ പറഞ്ഞ റേവഡി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ജനപ്രിയ സുവിധാ പൊളിറ്റിക്സ് എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ആ ജനപ്രിയ സുവിധാ പൊളിറ്റിക്സ് എത്രത്തോളം ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു വോട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയമായി നിൽക്കും എന്നുള്ളൊരു വലിയ ചോദ്യം അതിൻ്റെ മുന്നിലുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, 2012 അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കഴുത്തിലൊരു മഫ്ലറും തൂക്കി ഷർട്ടുമിട്ടൊരു സാധാരണ സിവിൽ സർവീസിൽ നിന്ന് പുറത്തു വന്നൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ ജനസേവകനായി വരുന്നു എന്ന മുദ്രാവാക്യവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അന്ന് പ്രശാന്ത് ഭൂഷൺ, അരവിന്ദ് കെജ്രിവാൾ, യോഗേന്ദ്ര യാദവ്, ആശുതോഷ്, അങ്ങനെ ഒരു നീണ്ട നിര ഒരു വലിയ സ്വപ്നമായി മാറുകയായിരുന്നു. തെരുവിൽ നിന്നൊരു നേതാവിൻ്റെ ഉദയമാണ് നമ്മൾ കണ്ടത്. ഒരു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലാളിത്യം എന്ന് പറയുന്നത് എന്താണ്, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ജനസേവകൻ തുടങ്ങിയ വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് കേട്ടിരുന്നു 2012 തണുപ്പ് കാലത്ത്. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ NT രാമറാവു കഴിഞ്ഞാൽ ഇത്രയും വേഗത്തിലൊരു പാർട്ടി രൂപീകരിച്ച് ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ അധികാരം പിടിക്കുക, അതും 99% ജനപിന്തുണയുമായി എന്നുള്ളതാണ്. സീറ്റും 67 സീറ്റാണ് 70 കിട്ടിയത് എന്ന് പറഞ്ഞാൽ 70-ൽ 67 സീറ്റ് കിട്ടി. NT രാമറാവു 1982 തെലുങ്കുദേശം പാർട്ടി രൂപീകരിച്ച് 83 അധികാരം പിടിക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഒരു നേതാവിനും അത് സാധിച്ചിട്ടില്ല. അതായത് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് തൊട്ടടുത്ത വർഷം അധികാരത്തിലേക്ക് ഇത്രയും വലിയ ജനപിന്തുണയോടുകൂടി വരിക, അതും ചുരുങ്ങിയ നാളുകൊണ്ടൊരു ദേശീയ നേതാവിൻ്റെ പ്രതിച്ഛായയിലേക്ക് വരിക. നമ്മൾ ആഗ്രഹിച്ചില്ലേ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ പ്രചരണത്തിന് വരുമോ? ഇവിടെ കേരളത്തിൻ്റെ വിഷയം സംസാരിക്കാൻ, ദില്ലിയിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം സംസാരിക്കാൻ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് ദില്ലിയിൽ. അപ്പോൾ ഒരു നാഷണൽ ഫിഗറായി അരവിന്ദ് കെജ്രിവാൾ മാറി. നരേന്ദ്രമോദിയെ എതിർക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറുമെന്ന ധാരണയുണ്ടാകത്തക്ക രീതിയിൽ മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിൽ, ഹരിയാനയിൽ, അതേപോലെ ഗുജറാത്തിൽ ഒക്കെ ആം ആദ്മി പാർട്ടി അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിന് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ഏറെ പ്രധാനപ്പെട്ട കൗതുകം. നേരത്തെ ഇവിടെ ഈ ഫ്രീബി പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, പക്ഷേ അതുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദില്ലിയിലെ വോട്ടർമാർ അത് തിരിച്ചറിയുമോ എന്നുള്ളതാണ്. 3 പാർട്ടിക്കാരും മത്സരിച്ച് ഫ്രീബി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. എന്താ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദില്ലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദില്ലിയിൽ ഈ ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഞാൻ 4 കാരണങ്ങൾ പറയാം. ആം ആദ്മി പാർട്ടിയുടെ വലിയ ചലഞ്ചായി ഞാൻ മനസ്സിലാക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാനമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പുഷില്ലായ്മ. അടിസ്ഥാന സൗകര്യങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമത്തെ ഭരണം എന്ന് പറയുന്നത് പിന്നാക്കമായിരുന്നു എന്ന് പരക്കെ ദില്ലിയിലൊരു ചർച്ചയുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? കാരണമുണ്ട്. 88,200 കോടി രൂപയാണ് ദില്ലിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റിലെ 16,000 കോടി മാത്രമാണ് ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി പണം എങ്ങോട്ട് പോവുകയാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും മധ്യപ്രദേശിലേക്കും മഹാരാഷ്ട്രയിലെയും സ്വകാര്യ കമ്പനിക്ക് പോവുകയാണ്. ബാക്കി പണം എങ്ങോട്ട് പോവുകയാണ്? ക്ലീൻ വാട്ടർ ദില്ലിയെ സംബന്ധിച്ച് ഇപ്പോഴും ഹാഫ് പ്രോമിസാണ്. പകുതി വീടുകളിൽ മാത്രമേ അത് കൃത്യമായിട്ട് എത്തുന്നുള്ളൂ എന്നാണ്. ആ ക്ലീൻ വാട്ടറിന് വേണ്ടിയിട്ട് സർക്കാർ ചിലവാക്കുന്നു. മൊഹല്ല ക്ലിനിക്കുകൾ ഇന്നും ആം ആദ്മി പാർട്ടിക്ക് 10 വോട്ട് കിട്ടുന്നത് ഈ മൊഹല്ല ക്ലിനിക്കിൻ്റെ പേരിലാണ്. ആം ആദ്മി പാർട്ടിക്ക് 10 വോട്ട് കിട്ടുന്നത് അടിസ്ഥാന സ്കൂളുകൾ ഉണ്ടാക്കി എന്നതിൻ്റെ പേരിലാണ്. പക്ഷെ അവിടെയും ഒരു ഇൻകം പുഷ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 30-35 പേർ ഈ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ക്ലാസ്സിൽ ഇരിക്കേണ്ടതിന് പകരം 100-110 കുട്ടികൾ ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന ദില്ലി സ്കൂൾ ക്ലാസ്സുകളിലേക്ക് മാറുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടുന്ന മൂലധന ചെലവ് കണ്ടെത്താൻ ദില്ലി സർക്കാർ നന്നായി പാടുപെട്ട വർഷമാണ്, അല്ലെങ്കിൽ ടേമാണ് രണ്ടാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിൻ്റെ കാലം. അത് എങ്ങനെ സംഭവിച്ചു? ജനപ്രിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി
അടിസ്ഥാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇലക്ട്രിസിറ്റി പൈസയില്ല, ഇലക്ട്രിസിറ്റി പൈസ തിരിച്ചു വരുന്നുമില്ല. അതാണ് ആകെ 82,000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ 50% ഓഫ് ദി ബഡ്ജറ്റ് ഈ സൗജന്യ പരിപാടിക്ക് സൗജന്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതിന് BJP വന്നാലും അത് കോൺഗ്രസ് വന്നാലും ദില്ലി അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിപ്പോൾ കർണാടകയിൽ ഫ്രീ ബി പൊളിറ്റിക്സ് കൊണ്ടുവന്നു, തെലങ്കാനയിൽ കൊണ്ടുവന്നു, ഈ അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്ന ഒരു മാതൃക ഇന്ത്യ ഒന്നാകെ പടരുകയാണ്. ആ മാതൃക നിലനിൽക്കുമോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. പക്ഷേ ഒരു സർവേ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന 74% ജനങ്ങളും ഏറ്റവും കൂടുതൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നതിന്റെ കാരണമായി പറയുന്നത് അവർക്ക് കിട്ടുന്ന ഈ വാഗ്ദാനങ്ങളിലെയും ഇളവുകളെയും നോക്കിയാണ്. യഥാർത്ഥത്തിൽ ഡൽഹി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താണ്? ദില്ലിയിലെ വലിയ എയർ പൊല്യൂഷൻ ഇതുവരെയും പരിഹാരമായിട്ടില്ല. ദില്ലിയിലെ വലിയ ട്രാഫിക് ജാം ഇതുവരെയും പരിഹാരമായിട്ടില്ല. ക്ലീൻ വാട്ടർ പ്രശ്നം ഇതുവരെയും പരിഹാരമായിട്ടില്ല. യമുനയുടെ ക്ലീനിങ് ഇതുവരെയും നടന്നിട്ടില്ല. ഈ പ്രശ്നങ്ങൾക്കും അപ്പുറം ദില്ലി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2,100 കിട്ടും, 8,000 കിട്ടും. പൂജാരിമാർക്കും പുരോഹിതന്മാർക്കും 18,000 രൂപ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ പദ്ധതികളെല്ലാം നോക്കൂ, അടിസ്ഥാന വർഗത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ ഇങ്ങനെയാണോ നിങ്ങൾ ശാക്തീകരിക്കേണ്ടതെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ പോയിന്റ് നമ്പർ 1, അടിസ്ഥാന സൗകര്യ വികസനം ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുഡ് ഗവേണൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഡൽഹിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ആം ആദ്മി പാർട്ടിക്ക് വിനയായി തീരും. അതൊരു ആന്റി ഇൻകുംബൻസിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അരവിന്ദ് കെജ്രിവാൾ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു പാർട്ടി സംഘടന ശക്തമാക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയല്ല ഈ പാർട്ടിയെ കൊണ്ടുവരുന്നത്. ഗാന്ധിയുടെ ആശയത്തിൽ പറഞ്ഞ ഒരു ജനസേവക് സമാജ് പോലെയാണ്, ഒരു NGO എന്ന നിലയിലാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. പിന്നീടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുമ്പോഴും ആ പാർട്ടിയുടെ സംഘടനയെ ആ രീതിയിൽ ശക്തിപ്പെടുത്താൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞോ? അരവിന്ദ് കെജ്രിവാൾ ആദ്യം കൊണ്ടുവരുന്ന ഒരു വലിയ നീണ്ട നിരയുണ്ടല്ലോ. അണ്ണാ ഹസാരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് ഭൂഷൺ എവിടെയാ, യോഗേന്ദ്ര എവിടെയാ, അശുതോഷ് എവിടെയാ, ഇപ്പോൾ സ്വാതി മാലിവാൾ എവിടെയാ? അപ്പോൾ പല ആളുകളും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോൾഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരൊറ്റയാനിലേക്ക് മാത്രമായി പാർട്ടി സംവിധാനം ചുരുങ്ങി. മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ടത് ഈ മദ്യനയ അഴിമതി കേസ് പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. മനീഷ് സിസോദിയ അകത്തു പോകുന്ന സാഹചര്യമുണ്ടായി, അരവിന്ദ് കെജ്രിവാൾ അകത്തു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതിനിടയിൽ പാർട്ടി ശക്തമാക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ഇക്കുറി ഒരു വലിയ തിരഞ്ഞെടുപ്പിൽ അതിനെ മറികടക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളുടെ ഭാര്യമാരെ വെച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടക്കുന്നത്. ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അത് BJP നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് ദാറ്റ് ഈസ് എ പോയിന്റ് നമ്പർ 2. മറുഭാഗത്ത് RSS ആണ് അവിടെ BJPക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ നടത്തുന്നത്. അതേപോലെ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മുസ്ലിം വോട്ട് ബാങ്ക് വളരെ പ്രൊമിനൻ്റ് ആണ്. 5 മണ്ഡലങ്ങളിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനതിനെ മുസ്തഫാബാദ് നഗറിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ 2 ടേമിലായിട്ട് അവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ വളരെ കൗതുകകരമായൊരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. ആ വോട്ട് ഒന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയക്കുന്നതും ഇക്കുറി അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിക്ക് ഒരുപക്ഷെ കാലിടറാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തിന് പുറത്തായിരിക്കും. മുസ്തഫാബാദിലെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ 2020 ആം ആദ്മി പാർട്ടി അന്ന് വിജയിച്ചു വരുന്നത് 53% വോട്ടാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്നത്, യൂനിസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക്. പക്ഷേ 2015 ഈ മുസ്തഫാബാദിൽ വിജയിച്ചത് ആരാണെന്നറിയാമോ? 52% മുസ്ലിം വോട്ടുള്ള മുസ്തഫാബാദ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2015 വിജയിച്ചത് BJP-യാണ്. വൈ? എന്തുകൊണ്ടാണ് BJP വിജയിച്ചത്? അന്ന് BJPക്ക് കിട്ടിയത് 35% വോട്ടാണ് കിട്ടിയത്. കോൺഗ്രസിന് കിട്ടിയത് 31%. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 30%. എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം വോട്ടുകൾ അവിടെ ഭിന്നിച്ചുപോയി മുസ്തഫാബാദിൽ. ഇത് മുസ്തഫാബാദിലെ മാത്രമല്ല, ഓഖലയിലുണ്ട്, സീലാംപൂരിലുണ്ട്, മാട്യമഹലിലുണ്ട്, ബല്ലിമാറനിലുണ്ട്. 6 മണ്ഡലങ്ങളിൽ ഡിസിസീവാണ്. ഇവിടെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ആരാണെന്നറിയാമോ? അസദ് ഒവൈസിയുടെ AMM. അവിടെ വോട്ടർമാരോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒവൈസിയാണോ അരവിന്ദ് കെജ്രിവാളിനെയാണോ നിങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തുന്നതിൽ താല്പര്യം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷഹീൻബാഗ് വിഷയം, തബ്ലീഗ്, കോവിഡ് വിഷയം, ഇതിലേക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാമർശങ്ങൾ, BJP-യുടെ B ടീമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആരോപണം, ഇതെല്ലാം അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ദിസ് ഇസ് ദ തേർഡ് ഫാക്ടർ. ഈ മൂന്നാമത്തെ ഘടകം എന്നെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. 13% അവിടെയുള്ളൂ വോട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ആ 13% ഏറ്റവും നിർണായകമായ 6 മണ്ഡലങ്ങളുണ്ട്. 12 മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം വോട്ടർമാർക്ക് ഒരു കടുത്ത മത്സരം വരുമ്പോൾ വിജയികളെ തീരുമാനിക്കാൻ കഴിയും, ഒരു സ്പോയിലർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ വോട്ട് ഭിന്നിച്ചു പോകുമോ അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക്? അവിടെ കോൺഗ്രസ് മാത്രമല്ല കേട്ടോ, BSP നിർത്തിയിട്ടുണ്ട് മുസ്ലിം കാൻഡിഡേറ്റിനെ. 67 മണ്ഡലങ്ങളിൽ BSP മത്സരിക്കുന്നുണ്ട്. അതേപോലെ SP കാൻഡിഡേറ്റിനെ നിർത്തുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്.
നെക്സ്റ്റ് ഫാക്ടർ, നാലാമത്തെ ഫാക്ടറായി ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ പോളിസി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ്. ആ പോളിസി ദാരിദ്ര്യം ഒരു വ്യക്തമായ നയമോ ഐഡിയോളജിയോ ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ആം ആദ്മി പാർട്ടി പറയുന്ന ഈ ഫ്രീ ബി പൊളിറ്റിക്സ്, റേവഡി പൊളിറ്റിക്സിനും അപ്പുറത്തേക്ക് BJP ബി ടീം എന്ന നിലയിലേക്ക് മാറുകയും ഒരു അപ്പീസ്മെന്റ് പോളിറ്റിക്സും ഒരു ഇരവാദവും BJP ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. പകരം എന്ത് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കണം? ഇന്ത്യ മുന്നണിയിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത് ആ ഒരു പശ്ചാത്തലത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോളിസി പാരാലിസിസിനെ മറികടക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അത് ജനങ്ങൾക്ക് വ്യക്തമാവുന്നു. ജനങ്ങളുടെ മുന്നിൽ 2500 രൂപ, 8000 രൂപ, 18000 രൂപ എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കായിട്ട് കിട്ടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആര്, ഏറ്റവും ആര് നൽകും എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ ശീഷ മഹൽ പോലെയുള്ള ക്യാമ്പയിനുകൾ ഫലം കണ്ടിട്ടില്ല. താഴെത്തട്ടിലുള്ള വോട്ടർമാരുടെ ഇടയിൽ അത് വലിയ അഭിപ്രായം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മദ്യനയ അഴിമതി കേസ് അതും താഴെത്തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായിട്ടില്ല. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർ തൊട്ടടുത്ത് നമ്മളുടെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ സംബന്ധിച്ച് രണ്ടാം അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അത്ര പെർഫോമിംഗ് ആയിരുന്നില്ല എന്നുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ഫീലിംഗ് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതെ പോയതാണ്. ഒന്ന്. നമ്പർ 2, മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വെച്ച ജനപ്രിയ സുവിധാ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമോ എന്നൊരു വലിയ ചോദ്യമാണ്. പോരാട്ടം കനക്കും. തീപാറുന്ന ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടു. ഇന്നും ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മോദിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. അതായത് പാർലമെൻറ്റിലെ തൻ്റെ പ്രസംഗം പോലും നരേന്ദ്രമോദി ദില്ലിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 33 ലക്ഷം വോട്ടർമാർ ദില്ലിയിൽ മിഡിൽ ക്ലാസ് ആയിട്ടുണ്ട്. 33 ലക്ഷം വോട്ടർമാർ. ആ 33 ലക്ഷം വോട്ടർമാർ ടാക്സ് പേയേഴ്സ് ആയിട്ടുണ്ട്. ആ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുണ്ട്. അവരിൽ ഈ 12 ലക്ഷം എന്ന ടാക്സ് ഇളവ് അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്ന് മനസ്സിലാക്കുന്നു. അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് 8-ാം തീയതി മാത്രമേ പ്രവചിക്കാൻ കഴിയൂ. കടുത്ത മത്സരമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. 40 മുതൽ 50 സീറ്റുകളുടെ ഉള്ളിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ലഭിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കേന്ദ്രത്തിൽ BJP, സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നൊരു നെറേറ്റീവ് ഇപ്പോഴും അവിടെ ശക്തമാണ്. കോൺഗ്രസ് കാര്യമായ ഇൻട്രോഡ് ഇത്തവണയും ഉണ്ടാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. Meet the editors.